ഇറാൻ ഇന്ന് ഒരു തിളച്ചുമറയുന്ന അഗ്നിപർവ്വതം പോലെയാണ്. ലോകം മുഴുവൻ ഇറാനിലേക്ക് ഉറ്റുനോക്കുകയാണ്. തെരുവുകളിൽ ജനങ്ങൾ ഒഴുകിയെത്തുന്നു. പ്രതിഷേധങ്ങൾ അലയടിക്കുന്നു. രാജ്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. പക്ഷേ ആരെയും അമ്പരപ്പിക്കുന്ന ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു. ഈ ജനകീയ വിപ്ലവത്തിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ആരാണ്? ഇതൊരു സ്വാഭാവികമായ ജനരോഷമാണോ, അതോ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ചാരസംഘടനകൾ തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് നിയന്ത്രിക്കുന്ന പാവനാടകമാണോ? സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങുമ്പോൾ ഇറാൻ ഭരണകൂടം ആവർത്തിച്ചു പറയുന്നൊരു കാര്യമുണ്ട്: ഈ തീ ആളിക്കത്തിക്കുന്നത് ഞങ്ങളല്ല, അത് കടൽ കടന്നു വന്ന ശത്രുക്കളാണ്. അമേരിക്കൻ ചാരസംഘടനയായ CIA-യും ഇസ്രയേലിന്റെ മൊസാദും ഇറാനിലെ ജനമനസ്സുകളിൽ വിഷം കലർത്തുകയാണെന്ന് അവർ ആരോപിക്കുന്നു. പക്ഷെ പതിറ്റാണ്ടുകളായി അമേരിക്കയെയും ഇസ്രയേലിനെയും സാത്താൻ എന്ന് വിളിച്ചു ശീലിച്ച ഒരു ജനത പെട്ടെന്നൊരു ദിവസം ആ ശത്രുക്കളുടെ വാക്കുകൾ കേട്ട് സ്വന്തം രാജ്യത്തിനെതിരെ തിരിയുമോ? അതോ ഇതിനു പിന്നിൽ നമുക്കൂഹിക്കാവുന്നതിലും അപ്പുറമുള്ള വലിയൊരു മനഃശാസ്ത്ര യുദ്ധം നടക്കുന്നുണ്ടോ? ഈ നിഗൂഢതയുടെ ചുരുളഴിക്കാൻ നാം 1970കളിലെ ചരിത്രത്തിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കണം. സോവിയറ്റ് യൂണിയൻ എന്ന വൻശക്തിയെ തകർക്കാൻ അമേരിക്ക പ്രയോഗിച്ച ഓപ്പറേഷൻ സൈക്ലോൺ എന്ന രഹസ്യ നീക്കം ഇന്നും ചാരസംഘടനകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായമാണ്. 1979-ൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനെ കീഴടക്കിയപ്പോൾ നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് അമേരിക്ക മുതിർന്നില്ല. പകരം അവർ തിരഞ്ഞെടുത്തത് മനഃശാസ്ത്രപരമായ യുദ്ധമുറയായിരുന്നു. ഏകദേശം 13 വർഷം നീണ്ടുനിന്ന ഈ ഓപ്പറേഷനിൽ CIA ചെയ്തതെന്താണെന്നോ? അവർ ജനങ്ങളുടെ മതവികാരത്തെ ആയുധമാക്കി. ലക്ഷക്കണക്കിന് ഖുറാൻ പ്രതികൾ അച്ചടിച്ച് പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് അവർ ജനങ്ങൾക്കിടയിലെത്തിച്ചു. സോവിയറ്റ് സൈന്യം മുസ്ലിംകൾക്കും മസ്ജിദുകൾക്കും എതിരാണെന്ന വാർത്തകൾ കാട്ടുതീ പോലെ പ്രചരിപ്പിച്ചു. രസകരമായ കാര്യം, ഇതെല്ലാം ചെയ്യുന്നത് അമേരിക്കയാണെന്ന് അവിടുത്തെ സാധാരണ ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നതാണ്. സൗദി അറേബ്യയോ പാകിസ്ഥാനോ ആണ് തങ്ങളെ സഹായിക്കുന്നതെന്നവർ വിശ്വസിച്ചു. ഒടുവിൽ ആ ആഭ്യന്തര വികാരം സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് തന്നെ കാരണമായി. അന്ന് അച്ചടിച്ച പുസ്തകങ്ങളായിരുന്നെങ്കിൽ ഇന്നത് സോഷ്യൽ മീഡിയ ആൽഗോരിതങ്ങളാണ്. ഇറാനിലെ ജനത ഇന്ന് ലോകത്തോട് സംവദിക്കുന്നത് ഇന്റർനെറ്റിലൂടെയാണ്. ഇവിടെയാണ് CIA-യും മൊസാദും തങ്ങളുടെ പുതിയ തന്ത്രങ്ങൾ മെനയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അത്യാധുനിക സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് ജനങ്ങളുടെ ചിന്താഗതികളെ സ്വാധീനിക്കാൻ ഇന്നവർക്ക് എളുപ്പമാണ്. നേരിട്ട് പ്രകോപിപ്പിക്കുന്നതിനു പകരം ജനങ്ങൾ വിശ്വസിക്കുന്ന പ്രാദേശിക ഇൻഫ്ലുവൻസർമാരിലൂടെയും വ്യാജ വാർത്താ പോർട്ടലുകളിലൂടെയും ഭരണകൂട വിരുദ്ധ വികാരം കുത്തിവെക്കാൻ സാധിക്കും. ജനങ്ങൾ കാണുന്ന ഓരോ വീഡിയോയും അവർ വായിക്കുന്ന ഓരോ പോസ്റ്റും അവർ അറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ ഒരു വിപ്ലവകാരിയെ വളർത്തുന്നു. ഇത് വെറുമൊരു ആരോപണമല്ല, മറിച്ച് ആധുനിക ചാരവൃത്തിയുടെ ഒരു പ്രധാന ഭാഗമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. എങ്കിലും ചാരസംഘടനകളെ മാത്രം കുറ്റപ്പെടുത്തി ഇറാൻ ഭരണകൂടത്തിന് കൈകഴുകാൻ സാധിക്കുമോ? അവിടെയാണ് നാം യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇറാൻ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളിലാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ആകാശം മുട്ടെ ഉയർന്നു. തൊഴിലില്ലായ്മ യുവാക്കളെ നിരാശരാക്കി. ഇതിനെല്ലാം പുറമെ വ്യക്തിസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടുത്ത നിയന്ത്രണങ്ങൾ. 2022-ൽ മഹസ അമീനി എന്ന പെൺകുട്ടിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾ നാം കണ്ടതാണ്. ഒരു ജനതയ്ക്ക് തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുമ്പോൾ, അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ അവിടെ ഒരു സ്ഫോടനമുണ്ടാകാൻ വിദേശ ശക്തികളുടെ പ്രേരണ ആവശ്യമില്ല. വിശക്കുന്ന വയറും അടിച്ചമർത്തപ്പെട്ട മനസ്സും ഏത് ഭരണകൂടത്തെയും തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങളാണ്. അതുകൊണ്ടുതന്നെ ഇറാനിലെ പ്രക്ഷോഭങ്ങളെ വെറും വിദേശി സ്പോൺസേഡെന്ന് വിളിച്ച് തള്ളിക്കളയുന്നത് ന്യായമാവില്ല. ചുരുക്കത്തിൽ ഇറാൻ ഇന്നൊരു വലിയ പരീക്ഷണശാലയാണ്. ഒരു വശത്ത് തങ്ങളുടെ ജീവിതം മെച്ചപ്പെടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ജനത, മറുവശത്ത് ആ ജനരോഷത്തെ മുതലെടുത്ത് ഇറാന്റെ ഭരണകൂടത്തെ തകർക്കാൻ കാത്തിരിക്കുന്ന വിദേശ ശക്തികൾ. പ്രതിഷേധിക്കുന്ന ജനങ്ങളിൽ പലരും ഒരുപക്ഷെ ഈ വലിയ രാഷ്ട്രീയ ചതുരംഗക്കളിയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കില്ല. അവർക്ക് വേണ്ടത് സ്വാതന്ത്ര്യവും മെച്ചപ്പെട്ട ജീവിതവുമാണ്. എന്നാൽ ആ വികാരത്തെ CIA-യും മൊസാദും തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമായി തന്നെ തുടരുന്നു. ചരിത്രം ആവർത്തിക്കുമോ, അതോ ഇറാൻ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുമോ? ലോകം കാത്തിരുന്ന് കാണേണ്ട സത്യമാണിത്.